മനസ്സിലാകുന്നത് من يشفع شفاعة حسنة يكن له نصيب منها ومن يشفع شفاعة سيئة يكن له كفل منها وكان الله على كل شيء مقيتا. ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആൾ ആവുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വലിയൊരു പ്രവർത്തന മേഖലയാണ്. സാമൂഹിക സേവനത്തിൽ നിരന്തരമായി ഇടപെടുക എന്നുള്ളത് ഖുർആൻ പറയുന്നുണ്ട്. വമൻ യശ്ഫഅ ശഫാഅതൻ ഹസനതൻ യകുൽ ലഹു നസീബുൻ മിൻഹാ. ആരെങ്കിലും ഒരാൾക്ക് വേണ്ടി നല്ല ശുപാർശ ചെയ്യുന്നുവെങ്കിൽ യകുൽ ലഹു നസീബുൻ മിൻഹാ, ഒരു വിഹിതം ശുപാർശ ചെയ്യുന്ന ആൾക്ക് കിട്ടും. ഇതൊരു സാമൂഹിക പ്രവർത്തകർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. മൻ യശ്ഫഅ ശഫാഅതൻ ഹസനതൻ യകുൽ ലഹു നസീബുൻ മിൻഹാ വമൻ യശ്ഫഅ ശഫാഅതൻ സയ്യിഅതൻ യകുൽ ലഹു കിഫ്ലുൻ മിൻഹാ. പലപ്പോഴും മോശമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ശുപാർശകൾ നടത്തും. പറ്റാത്ത നേതാക്കന്മാർക്ക് ഇത് കൊടുക്കാൻ, അവകാശങ്ങളില്ലാത്ത ആളുകൾക്ക് അവകാശമായി കൊടുക്കാൻ, മറ്റുള്ളവരെ തടയാനൊക്കെ ശഫാഅത്തു സയ്യിഅത്ത്. അതിന് എപ്പോഴും ഇവിടെ നിന്നോ അല്ലെങ്കിൽ പടച്ചവന്റെ അടുത്ത് നിന്നോ അതിന് തിക്തമായി അനുഭവിക്കേണ്ടി വരുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അമസാഹിബ് എന്ന സാമൂഹിക പ്രവർത്തകനെ നിരന്തരമായി ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരാൾ, എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇത്രയധികം പ്രാർത്ഥനകൾ ലഭിക്കുന്നു? എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നന്മകൾ നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുന്നു? നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കേണ്ട സാമൂഹിക മേഖലയിൽ നിലനിൽക്കുന്ന KMCC പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വർക്ക് ചെയ്യുന്ന, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വർക്ക് ചെയ്യുന്ന നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കേണ്ട ഒരു ഘടകം, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയധികം ഒരു സ്വീകാര്യത? മരണപ്പെട്ടതിനു ശേഷം എല്ലാ മദ്രസകളിലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനകളുണ്ടായിരുന്നു. വളരെ വേദനാജനകമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങൾ എന്ന് നമുക്കറിയാം. ഞങ്ങൾ ആ സമയത്ത് മുസഫർ നഗറിലും അതുപോലെ തന്നെ കലാപങ്ങളുണ്ടായ വെസ്റ്റേൺ UP രണ്ട് പ്രധാനപ്പെട്ട ജില്ലകളാണ് ഷാംലി ഡിസ്ട്രിക്റ്റും മുസഫർ നഗർ ജില്ലയും. അവിടുത്തെ ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് അവിടങ്ങളിലുള്ള യാത്രകളിലായിരിക്കുന്ന സമയത്താണ്, ഫുല്ലത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുന്ന സമയത്താണ് പാർലമെന്റിൽ അദ്ദേഹം കുഴഞ്ഞു വീഴുകയും അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയും രാംലീല ഹോസ്പിറ്റലിലേക്ക്, രാമനവർലോക ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിട്ടുണ്ടെന്ന് അറിയുകയും ചെയ്യുന്നത്.